കുറഞ്ഞ കാലത്തിനിടെ ഓൺലൈൻ ലോകത്ത് ജനപ്രീതി നേടിയെടുത്ത ടിക്ടോക്കിന് ഇന്ത്യയിൽ നിരോധനം. കുറഞ്ഞ കാലത്തിനിടെ ഓൺലൈൻ ലോകത്ത് ജനപ്രീതി നേടിയെടുത്ത ടിക്ടോക്കിന് ഇന്ത്യയിൽ നിരോധനം. എന്തിന്? ഇന്നിവിടെ നടക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ മൂല കാരണം ഈ ആപ്പല്ലേ? പ്രശ്നത്തിന്റെ ഗൗരവം കൃത്യമായി മനസ്സിലായി. ടിക്ടോക്ക് ആപ്പിന്റെ ആൻഡ്രോയിഡ് പതിപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തു. ആപ്പ് സ്റ്റോറുകളിൽ നിന്നും ഇനി ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. അശ്ലീല ഉള്ളടക്കങ്ങളുള്ള വീഡിയോകൾ ടിക്ടോക്ക് വഴി പ്രചരിക്കുന്നുണ്ടെന്നും മദ്രാസ് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഓ, അപ്പൊ നീയായിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. ടിക്ടോക്ക് നിരോധിക്കണമെന്ന് കേന്ദ്രത്തോട് മദ്രാസ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. വിധിക്ക് സ്റ്റേ അനുവദിക്കാത്തതിനാൽ ഉടൻ തന്നെ സർക്കാർ ആപ്പ് നിരോധന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ടിക്ടോക്കിൽ നിർമ്മിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് മാധ്യമങ്ങൾക്കും കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ചത്തില്ലായിരുന്നു ഇവനെ ഞാൻ കൊന്നേനെ. ഒരു ന്യൂസൻസ് കയറി വന്നോളും. അതിന് പറ്റിയ രണ്ട് ബഫൂൺ സെർവൻസും. ഇറങ്ങി വാടാ തൊരപ്പാ. നിങ്ങളല്ല വേറൊരു തൊരപ്പൻ്റെ. അതുണ്ടോ അന്ന് ഞാൻ, ഇന്നലെ ഇവൻ, നാളെ നീ. എന്താ കേശവ? ടിക്ടോക്കിൽ ഉണ്ണിയമ്മയാടോ? ടിക്ടോക്ക് അല്ല, ഞാൻ കാർത്തിയാനിയാ. ഇത് ബാലാമണിയാ. താൻ എപ്പോഴാ വന്നേ? ടിക്ടോക്ക് പ്രഭോയേ, ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ ടിക്ടോക്കിന് എതിരാണ്. എന്തേ ടിക്ടോക്ക് നിങ്ങളെ പിടിച്ച് കടിച്ച? ആ ടിക്ടോക്ക് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അത് കിട്ടുന്നുണ്ടല്ലോ ആചാരേ. മുമ്പേ ഡൗൺലോഡ് ചെയ്തവർക്ക് ഇപ്പോഴും അത് എടുക്കാം ആശാനെ. പ്ലേ സ്റ്റോറിൽ നിന്ന് കമ്പനി അത് എടുത്തു കളഞ്ഞെങ്കിലും കിട്ടേണ്ടവർക്ക് അതിപ്പോഴും കിട്ടും. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. പുതിയ അഡ്മിറ്റ് ആണല്ലേ? ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. നമ്മുടെ പേരെന്താ? ടിക്ടോക്ക്